ഹലോ എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും സുഖമായിരിക്കുന്നോ? വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലൈക്കണും കൂടി ഒന്ന് അടിച്ചു പൊട്ടിച്ചേക്കൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്തിനെ പറ്റിയിട്ടാണെന്ന് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവില്ലേ? അതെ, അത് തന്നെ, നമ്മുടെ സ്വന്തം വിജയണ്ണനെ പറ്റിയിട്ടും നമ്മുടെ സ്വന്തം ജനനായകനെ പറ്റിയിട്ടും. ഇന്ത്യൻ സിനിമ തന്നെ കാത്തിരിക്കുന്ന, പ്രത്യേകിച്ച് നമ്മൾ മലയാളി സിനിമ പ്രേമികളും വിജയ് ഫാൻസും ഒരേപോലെ നെഞ്ചിലേറ്റാൻ പോകുന്ന ഒരു സിനിമ. അതെ, നമ്മുടെ ദളപതി വിജയുടെ കരിയറിലെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ മൂവി ജനനായകൻ. സത്യം പറഞ്ഞാൽ അവസാന ചിത്രം എന്നൊക്കെ പറയുമ്പോൾ മനസ്സിന് ചെറിയൊരു വിഷമമൊക്കെ ഉണ്ട് അല്ലേ? തമിഴ്നാട് മുഖ്യമന്ത്രിയായി രാഷ്ട്രീയത്തിൽ സജീവമായ നമ്മുടെ ദളപതിയുടെ സിനിമാ ജീവിതത്തിലെ 69ാമത്തെ ചിത്രമാണിത്. അതുകൊണ്ട് തന്നെ ആരാധകർക്ക് ഇത് വെറുമൊരു സിനിമയല്ല, ഒരു വികാരം തന്നെയാണ്. വരുന്ന ജൂലൈ 23-നാണ് പടം തിയേറ്ററുകളിൽ എത്തുന്നത്, അതും സെൻസർ ബോർഡിൻ്റെ A സർട്ടിഫിക്കറ്റോടെ. അപ്പോൾ ഉറപ്പിക്കാം, എച്ച് വിനോദ് എന്ന ഡയറക്ടർ ഇത്തവണ തിയേറ്ററുകളിൽ തീ പടർത്തും. കേരളത്തിൽ രാവിലെ 5 മണിക്ക് തന്നെ സ്പെഷ്യൽ ഷോകൾ ഒക്കെ ചാർട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ടിക്കറ്റ് ബുക്ക് ചെയ്തോ എന്ന് താഴെ കമൻറ്റ് ചെയ്യണേ. ഇനി നമുക്ക് ഈ സിനിമയുടെ അണിയറ പ്രവർത്തകരിലേക്ക് വരാം. ഈ പ്രൊജക്റ്റ് അനൗൺസ് ചെയ്തപ്പോൾ മുതൽ എല്ലാവരും ചോദിക്കുന്ന ഒന്നാണ്, ആരൊക്കെയാണ് ഇതിലുള്ളത്? ആദ്യം തന്നെ സംവിധായകൻ എച്ച് വിനോദ്. തീരൻ, അധികാരം ഒன்று, നേർക്കൊണ്ട പാർവൈ ഒക്കെ ചെയ്ത ആളാണ് എച്ച് വിനോദ്. പുള്ളിയുടെ മേക്കിംഗ് സ്റ്റൈൽ നമുക്കറിയാം, ഭയങ്കര റിയലിസ്റ്റിക്കും മാസും ആയിരിക്കും. വിജയും വിനോദും ആദ്യമായാണ് ഒന്നിക്കുന്നത്. അതുകൊണ്ട് തന്നെ പടം ഒരു രക്ഷയില്ലാത്ത ആക്ഷൻ ത്രില്ലർ തന്നെ ആയിരിക്കും. അടുത്തത് മ്യൂസിക്. നമ്മുടെ സ്വന്തം റോക്ക് സ്റ്റാർ അനിരുദ്ധ് രവിചന്ദർ. കത്തി, മാസ്റ്റർ, ബീസ്റ്റ്, ലിയോ ഒക്കെ കഴിഞ്ഞ് അനിരുദ്ധും വിജയും വീണ്ടും ഒന്നിക്കുമ്പോൾ BGM ഇടിവെട്ടായിരിക്കും എന്ന് പ്രത്യേകം പറയേണ്ടതില്ലല്ലോ, എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അനിരുദ്ധിനെ പറ്റി. ഇനി നായികമാരുടെ കാര്യം. നമ്മുടെ നാഷണൽ ക്രഷ് മമിത ബൈജു ഈ സിനിമയിലുണ്ട്. പ്രേമലുവിന് ശേഷം മമിതയ്ക്ക് കിട്ടിയ ഏറ്റവും വലിയ തമിഴ് ബ്രേക്കാണിത്. കൂടെ മെയിൻ നായികയായി പൂജ ഹെഗ്ഡെയുമുണ്ട്. ബീസ്റ്റ് സിനിമയ്ക്ക് ശേഷം പൂജ വീണ്ടും വിജയുടെ കൂടെ അഭിനയിക്കുകയാണ്. വില്ലനായി വരുന്നത് ബോളിവുഡ് താരം ബോബി ഡിയോളാണ്. കങ്കുവയിലൊക്കെ നമ്മൾ പുള്ളിയുടെ വില്ലത്തരം കണ്ടതാണ്. വിജയും ബോബി ഡിയോളും നേർക്കുനേർ വരുമ്പോൾ തിയേറ്റർ പൂരം തന്നെയായിരിക്കും. ഇതുകൂടാതെ പ്രകാശ് രാജ്, പ്രിയാമണി, നരൻ, ഗൗതം വാസുദേവ് മേനോൻ തുടങ്ങി ഒരു വലിയ താരനിര തന്നെ ഈ സിനിമയിലുണ്ട്. ശരി, ഇനി എല്ലാവരും കാത്തിരിക്കുന്ന കാര്യത്തിലേക്ക് തന്നെ വരാം. എന്താണ് ജനനായകൻ സിനിമയുടെ കഥ? നമുക്കറിയാം, വിജയ് ഇപ്പോൾ പൂർണ്ണമായി രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ പടത്തിൻ്റെ പേര് പോലെ ഇതൊരു പക്ക പൊളിറ്റിക്കൽ ആക്ഷൻ ത്രില്ലർ തന്നെയാണ്. രണ്ട് വ്യത്യസ്ത ചിന്താഗതിക്കാരായ ആളുകൾ തമ്മിലുള്ള കടുത്ത പോരാട്ടമാണ് സിനിമ. സിനിമയുടെ ഒഫീഷ്യൽ സിനോപ്സിസ് അനുസരിച്ച് ഒരു കുട്ടിയുടെ മനസ്സിലുണ്ടാകുന്ന ഭയം പഴയൊരു ശത്രുതയെ വീണ്ടും ഉണർത്തുകയാണ്. തുടർന്ന് മുൻ പോലീസ് ഉദ്യോഗസ്ഥനായ നമ്മുടെ സ്വന്തം നായകൻ പ്രതികാരത്തിനപ്പുറമുള്ള ഒരു വലിയ പോരാട്ടത്തിലേക്ക് ഇറങ്ങേണ്ടി വരുന്നു. തെലുങ്കിലെ സൂപ്പർ ഹിറ്റ് ചിത്രമായ ഭഗവന്ത് കേസരിയുടെ റീമേക്ക് അവകാശങ്ങൾ വാങ്ങിയാണ് എച്ച് വിനോദ് ഈ സിനിമ ഒരുക്കിയിരിക്കുന്നത്. വിജയ് അവതരിപ്പിക്കുന്ന വെട്രിക്കൊണ്ടാൻ എന്ന കഥാപാത്രം മുൻപ് ഒരു പോലീസ് ഓഫീസറായിരുന്നു. പിന്നീട് ജയിൽ ശിക്ഷ അനുഭവിച്ച് പുറത്തിറങ്ങിയ ഇദ്ദേഹം വിജി എന്ന അനാഥയായ പെൺകുട്ടിയെ ദത്തെടുത്ത് വളർത്തുന്നു. വിജി എന്ന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത് നമ്മുടെ മമിത ബൈജുവാണ്. അക്രമങ്ങളോട് കടുത്ത പേടിയുള്ള വിജിയെ ഒരു ശക്തയായ സ്ത്രീയാക്കി മാറ്റാനും മിലിറ്ററിയിൽ ചേർക്കാനും നായകൻ ആഗ്രഹിക്കുന്നു. എന്നാൽ അവളുടെ മനസ്സിലുള്ള ചില നിശബ്ദ ഭയങ്ങളും കുട്ടിക്കാലത്തെ മോശം അനുഭവങ്ങളും പഴയ ചില മുറിവുകൾ തുറക്കാൻ കാരണമാകുന്നു. അധികാരം നിലനിർത്താൻ എന്തും ചെയ്യുന്ന ഒരു ക്രൂരനായ ബിസിനസ്സുകാരനാണ് വില്ലൻ, അതായത് ബോബി ഡിയോൾ. മുൻപ് നായകനുമായി ഇയാൾക്ക് ശത്രുതയുണ്ടായിരുന്നു. വർഷങ്ങൾക്ക് ശേഷം വളർത്തുമകളിലൂടെ ആ ശത്രുത വീണ്ടും പുകയുകയാണ്. വ്യക്തിപരമായ പ്രതികാരത്തിനപ്പുറം രാജ്യത്തിന് തന്നെ ഭീഷണിയാകുന്ന വില്ലൻ്റെ അഴിമതി സിസ്റ്റത്തെ തകർക്കാൻ നായകൻ രംഗത്തിറങ്ങുന്നു. ഒരു സാധാരണക്കാരനിൽ നിന്ന് സാധാരണക്കാരുടെ അവകാശങ്ങൾക്ക് വേണ്ടി പോരാടുന്ന ജനനായകൻ അഥവാ പീപ്പിൾസ് ലീഡറായി വിജയുടെ കഥാപാത്രം മാറുന്നതാണ് സിനിമയുടെ ക്ലൈമാക്സ്. ചുരുക്കി പറഞ്ഞാൽ, ഒരു വശത്ത് ജനങ്ങൾക്ക് വേണ്ടി ജീവൻ കൊടുക്കാൻ തയ്യാറായി നിൽക്കുന്ന നായകനും മറുവശത്ത് ജനങ്ങളെ മുഴുവൻ സ്വന്തം കൺട്രോളിൽ നിർത്താൻ നോക്കുന്ന ക്രൂരനായ വില്ലനും. ഇവർ തമ്മിലുള്ള പ്രത്യയശാസ്ത്രപരമായ വലിയൊരു യുദ്ധമാണ് മൂവി.
ഇവിടെ മറ്റൊരു പ്രധാന കാര്യം വീണ്ടും ഓർമ്മിക്കാനുള്ളത്, ഈ ചിത്രം 2023 നന്ദമൂരി ബാലകൃഷ്ണ അഭിനയിച്ച് സൂപ്പർ ഹിറ്റായ ഭഗവന്ത് കേസരി എന്ന തെലുങ്ക് ചിത്രത്തിൻ്റെ ഒഫീഷ്യൽ റീമേക്ക് കൂടിയാണെന്ന് മുൻപ് പറഞ്ഞിരുന്നല്ലോ. കുട്ടികൾക്കെതിരെയുള്ള അതിക്രമങ്ങൾക്കെതിരെയും പെൺകുട്ടികൾക്ക് സമൂഹത്തിൽ കൊടുക്കേണ്ട ധൈര്യത്തെക്കുറിച്ചും ഒക്കെയുള്ള വളരെ ശക്തമായ ഒരു സോഷ്യൽ മെസ്സേജ് ഈ സിനിമയിലുണ്ട്. ഒപ്പം എച്ച് വിനോദിൻ്റെ വക കിടിലൻ രാഷ്ട്രീയ ഡയലോഗുകളും വിജയുടെ മാസ് ആക്ഷനും കൂടിയാകുമ്പോൾ തിയേറ്റർ ഇളകി മറിയും. ഒരു കാര്യം ഉറപ്പാണ്, ഇതൊരു സാധാരണ സിനിമയല്ല. തമിഴ് സിനിമയിലെ ഒരു വലിയ കാലഘട്ടത്തിൻ്റെ അവസാനമാണ്. നമ്മൾ തിയേറ്ററിൽ പോയി ദളപതി എന്ന പേര് സ്ക്രീനിൽ കാണുമ്പോൾ തൊണ്ട പൊട്ടുമാർ ഉച്ചത്തിൽ ആർത്തു വിളിക്കുന്ന ആ പതിവ് ഇനി ഉണ്ടാകില്ല എന്നോർക്കുമ്പോൾ ചെറിയൊരു സങ്കടമൊക്കെയുണ്ട്. പക്ഷേ വിജയ് തൻ്റെ സിനിമാ കരിയർ അവസാനിപ്പിക്കുന്നത് ഏറ്റവും മാസ്സായിട്ടുള്ള ഒരു ബ്ലോക്ക് ബസ്റ്ററിലൂടെ ആയിരിക്കും എന്ന് ഈ സിനിമയുടെ അണിയറ പ്രവർത്തകർ ഉറപ്പു നൽകുന്നുണ്ട്. ഫാൻസിന് വേണ്ട എല്ലാ ചേരുവകളും അതോടൊപ്പം നല്ലൊരു സാമൂഹിക സന്ദേശവും ഈ സിനിമയിലുണ്ടാകും. അപ്പോൾ ഇതാണ് ജനനായകൻ വിശേഷങ്ങൾ. നിങ്ങൾ ഈ സിനിമയ്ക്കായി എത്രത്തോളം കാത്തിരിക്കുന്നുണ്ട്? വിജയുടെ ഈ അവസാന ചിത്രത്തിൽ നിന്ന് നിങ്ങൾ എന്തൊക്കെയാണ് പ്രതീക്ഷിക്കുന്നത്? ബോബി ഡിയോൾ, വിജയ് ഫൈറ്റ് സീൻ കാണാൻ ആരൊക്കെയാണ് വെയിറ്റിംഗ്? നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യൂ. അടുത്ത ഒരു കിഡിലൻ വീഡിയോയുമായി വീണ്ടും കാണാം.